മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ട്രൈ അയൺ ഡോഡെക്ക കാർബണേറ്റ്, ദാറ്റ് ഈസ് F3CO12. അപ്പം ഇത്രയും നേരം നമ്മൾ കണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഏതാണ്? Fe2CO9 ആണ് കണ്ടത് അല്ലേ. ഇപ്പോൾ Fe3CO12. അപ്പം 12 കാർബണൈൽ ലിഗാൻസ്, 3 അയൺ ആറ്റംസും ഉണ്ട് അല്ലേ. 3 അയൺ ആറ്റംസ്. അപ്പം മെറ്റൽ ബോണ്ട് എന്ന് പറയുന്നത് 3 മെറ്റൽ ബോണ്ട് ഉണ്ട്. പിന്നെ ലിഗാൻറ്റുമായിട്ട് 12 ലിഗാൻസും പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പം ട്രൈ അയൺ ഡോഡെക്ക കാർബണൈൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഹീറ്റിംഗ് ടോളുവിൻ സൊല്യൂഷൻ ഓഫ് Fe2CO9 to 70 degrees Celsius and then cooling in the solution. അപ്പം Fe2CO9 ടൊളുവിൻ സൊല്യൂഷനിൽ Fe2CO9 70 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കൂൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് Fe3CO12, ദാറ്റ് ഈസ് ട്രൈ അയൺ ഡോഡെക്ക കാർബണൈൽ കിട്ടുന്നു. നമുക്കറിയാം അല്ലേ, വാട്ടറിലെല്ലാം ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് വാട്ടറിൽ ഇൻസൊല്യൂബിളും പക്ഷേ ഓർഗാനിക് സൊല്യൂഷനിൽ സൊല്യൂബിളും ആണല്ലേ. Fe2CO9 ടൊളുവിൻ സൊല്യൂഷനിൽ സൊല്യൂബിൾ ആണ്. സോ Fe2CO9 in toluene solution is heated to 70 degrees Celsius. Further cooling will leads to Fe3CO12. Okay. The second procedure is by the oxidation of FeCO4 H2 with H2O2 or MnO2. മാംഗനീസ് ഡയോക്സൈഡ് അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് FeCO4H2O ഫെറസ് ടെട്രാ കാർബണൈൽ ഹൈഡ്രൈഡ് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? Fe3CO12 കിട്ടുന്നു. ഫസ്റ്റ് റിയാക്ഷൻ നോക്കിക്കേ. ഫസ്റ്റ് റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ പെറൈഡ്. അപ്പം 3 molecules of FeCO4H2O plus 3 molecules of hydrogen peroxide will gives Fe3CO12 plus 6 molecules of water. The case of manganese dioxide, 3 molecules of FeCO4H2 which is reacted with manganese, 3 molecules of manganese dioxide and 3 molecules of sulfuric acid which gives Fe3CO12 plus 3 MnSO4 manganese sulfide plus 6 molecules of water. അപ്പോൾ 2 പ്രിപ്പറേഷനാണ് ട്രൈ അയൺ ഡോഡെക്ക കാർബണൈൽ ഉള്ളത്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പ്രോപ്പർട്ടീസ് Fe3CO12 ഫോംസ് ഡീപ്പ് ഗ്രീൻ ക്രിസ്റ്റൽസ് വിച്ച് ആർ soluble in organic solvents like toluene, alcohol, ether and pyridine. അപ്പോൾ നമ്മൾ കണ്ടു അല്ലേ, ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ്, അയണിൻ്റെ എല്ലാ കാർബണൈൽ കോമ്പൗണ്ട്സും ഓർഗാനിക് സൊല്യൂഷനിലാണ് സൊല്യൂബിൾ ആയിട്ടുള്ളത്. അതായത് ടൊളുവിന്, ആൽക്കഹോൾ, ഈതർ, പിരിഡീൻ, ബെൻസിൻ അതുപോലത്തെയുള്ള ഓർഗാനിക് സോൾവെൻസിലാണ് സൊല്യൂബിൾ ആയിട്ടുള്ളത്. പിന്നെയോ ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ പ്രധാനമായിട്ടും ഇത് എങ്ങനെയാണ്? ഇത് ഡീപ്പ് ഗ്രീൻ ക്രിസ്റ്റൽസ് ആയിട്ടാണ് ഫോം ചെയ്യുക. പിന്നെയോ ആക്ഷൻ ഓഫ് ഹീറ്റ് എന്താണെന്ന് നോക്കിക്കേ. അപ്പം ട്രൈ അയൺ ഡോഡെക്ക കാർബണൈൽ 140 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം 3 molecules ഓഫ് അയണും 12 molecules ഓഫ് കാർബൺ മോണോക്സൈഡും കിട്ടുന്നു. Then heated to 140 degree Celsius decomposes to metallic iron and carbon monoxide. But third one, substitution reactions. First one, reaction with pyridine and CH3OH. ഇപ്പോൾ പിരിഡീനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുന്നു? Fe3, 2 molecules of Fe3CO12 react with the 3 molecules of pyridine which gives Fe3CO9 and Py3. അപ്പം 3 molecules of pyridine 9 molecules of carbonyl plus 3 molecules of FeCO5. പിന്നെയോ മെഥനോളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലോ? മെഥനോളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ 3 molecules of Fe3CO12 plus അവിടെ 2 molecules ആണ്. 2 molecules of Fe3CO12 reacts with the 3 molecules of methanol. It gives Fe3CO9 CH3OH thrice plus 3 molecules of FeCO5. റിയാക്ഷൻ ബാലൻസ് ആണെന്ന് നിങ്ങൾ നോക്കണം കേട്ടോ.
പിന്നെ ഫോർത്ത് റിയാക്ഷൻ ആക്ഷൻ ഓഫ് NO, ആക്ഷൻ വിത്ത് NO. അപ്പം Fe3CO12 plus 6NO gives 3 molecules of FeCO2 NO2 plus 6CO. അപ്പം അയൺ കാർബണൈൽ നൈട്രസിൽ കിട്ടുന്നു. അപ്പം നൈട്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് അയൺ കാർബണൈൽ നൈട്രോസിൽ കിട്ടുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കേ. അപ്പം സ്ട്രക്ചറിൽ 3 മെറ്റൽ ബോണ്ട് വരുന്നുണ്ട് അല്ലേ, 3 അയൺ ബോണ്ട് വരുന്നുണ്ട്. പിന്നെയോ ബ്രിഡ്ജിങ് വരുന്നുണ്ട് അല്ലേ, കാർബണൈൽ ഗ്രൂപ്പും അയൺ ഗ്രൂപ്പും തമ്മിലുള്ള ബ്രിഡ്ജിങ് വരുന്നുണ്ട്. അപ്പോൾ 2 ബ്രിഡ്ജിങ് ബോണ്ട് വരുന്നുണ്ട്. പിന്നെയോ 3 മെറ്റൽ ബോണ്ട് വരുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാവേ. ഇൻ ദിസ് മോളിക്യൂൾ അയൺ ഈച്ച് ഓഫ് 2 iron atom is linked with 3 terminal carbonyl groups, 2 bridging carbonyl, and to the third iron atom ഇവിടെ 2 ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പ് ആൻഡ് എന്നുള്ളതില്ല, ഇവിടെ ആൻഡ് വേണ്ട, 2 ബ്രിഡ്ജിങ് കാർബണൈൽ ഗ്രൂപ്പ് ടു ദ തേർഡ് അയൺ ആറ്റം എന്ന് മതി കേട്ടോ. അപ്പം നോക്കിക്കേ, 3 മെറ്റൽ ബോണ്ട് ഉണ്ടല്ലേ, ഓരോ മെറ്റൽ ആറ്റത്തിലും എത്ര എണ്ണം വരുന്നുണ്ട്? അപ്പം എയിൽ എത്ര എണ്ണം വരുന്നുണ്ട്? അയൺ ആറ്റത്തിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 3 C ട്രിപ്പിൾ ബോണ്ടോ വരുന്നുണ്ട് അല്ലേ. ബി ആറ്റത്തിലോ, ബിയിൽ C ട്രിപ്പിൾ ബോണ്ടോ 3 എണ്ണം വരുന്നുണ്ട്. സിയിലോ സിന്ന് നമ്പർ ചെയ്തേക്കുന്ന അയണാറ്റത്തിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 4 C ട്രിപ്പിൾ ബോണ്ട് O വരുന്നുണ്ട് അല്ലേ. പിന്നെ എയും ബിയും തമ്മിൽ അയണാറ്റത്തിൽ 2 ബ്രിഡ്ജിങ് വരുന്നുണ്ട്. കാർബണൈൽ ഗ്രൂപ്പിൻ്റെ 2 ബ്രിഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ 3 അയണാറ്റവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെറ്റൽ അയൺ ബോൺസും ഉണ്ട് അല്ലേ. ഓക്കെ, പിന്നെയോ 3 iron bonds are also present. Each iron bond distance has been found to be equal to 2.8 angstrom. അപ്പം 3 iron bond ഉണ്ട്. ഓരോ iron ബോണ്ടും 2.8 angstrom ഡിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് Fe3CO12. പിന്നെ ഈ കോമ്പൗണ്ടിനെ കുറിച്ച് അധികം അങ്ങനെ പറഞ്ഞിട്ടുമില്ല, ഇപ്പോഴും ഡിസ്കവറി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും കെമിക്കൽ പ്രോപ്പർട്ടീസിലും ഡിസ്കവറി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അങ്ങനെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഒരിടത്തും ഞാനും കുറേ തപ്പി, ഒരു ടെക്സ്റ്റിൽ പൂരി ശർമ്മയുടെ ഒന്നും ടെക്സ്റ്റിൽ ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസും അങ്ങനെ ചോദിക്കത്തില്ല കേട്ടോ, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോഴും ഇതിനെപ്പറ്റി ഇതിൻ്റെ സ്ട്രക്ചറിലെ ആ ഒരു വേരിയേഷൻ ഇപ്പോഴും അതിൻ്റെ ഡിസ്കവറി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. കാരണം ഈ ഒരു കാർബണൈൽ ഗ്രൂപ്പിൻ്റെ ബ്രിഡ്ജിങ് വരുന്നുണ്ടല്ലോ, ആ ബ്രിഡ്ജിങ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ഓരോ ടൈമിലും മാറി വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചറിലും അതേപോലെ C ട്രിപ്പിൾ ബോണ്ട് തമ്മിൽ അതിൻ്റെ ഇലക്ട്രോൺസ് അയണാറ്റത്തിലേക്ക് കൊടുക്കുന്നതൊക്കെ തമ്മിൽ എപ്പോഴും അതിനൊരു വരുന്നുണ്ട്, സ്ട്രക്ചറൽ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. പ്രിപ്പറേഷൻ പഠിക്കുക, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുക, സ്ട്രക്ചർ പഠിക്കുക. സ്ട്രക്ചർ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഡൈമാംഗനീസ് ഡെക്കാകാർബണേറ്റ് Mn2CO10. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, മാംഗനീസിൻ്റെയൊക്കെ കേസിൽ മാംഗനീസൊക്കെ എപ്പോഴും എന്താണ്, ഒരു ഹാഫ് ഫിൽ കോൺഫിഗറേഷനിൽ വരാനാണ് ശ്രമിക്കാറ്. അപ്പം മാംഗനീസിൻ്റെ MnCO5 എന്ന് പറയുന്ന കോമ്പൗണ്ട് അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് അല്ല, അതങ്ങനെ എക്സിസ്റ്റ് ചെയ്യത്തുമില്ല. അപ്പോൾ എങ്ങനെയാണ് MnCO5 എന്നുള്ള കോമ്പൗണ്ട് കൂടുതലും കാണപ്പെടുന്നത് Mn2CO10 ആയിട്ടാണ് കൂടുതലും കാണപ്പെടുന്നത്. കാരണം MnCO5 ഒരു സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് തന്നെ അതങ്ങനെ എക്സിസ്റ്റ് ആവത്തില്ല. ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിക്കേ. ഫസ്റ്റ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ബൈ കാർബണൈലേറ്റിംഗ് manganese iodide with carbon monoxide, the presence of magnesium in diether, which act as a reducing agent. അപ്പം മാംഗനീസ് അയഡൈഡും കാർബൺ മോണോക്സൈഡും ഡൈഈതറിലുള്ള മഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് Mn2CO10 കിട്ടുന്നത്. ഓക്കെ, ആ റിയാക്ഷൻ നോക്കിക്കേ. 2 molecules of manganese iodide which is reacted with 10 molecules of carbon monoxide plus 2 molecules of magnesium in diether at 25 degrees Celsius and
210 atmospheric pressure, which gives to Mn2CO10 plus 2 molecules of magnesium iodide. Okay, the second reaction is by carbonylating manganese chloride with carbon monoxide in the presence of C6H5ToCON. Reaction നോക്കിക്കേ, 2 molecules of manganese chloride react with the 10 molecules of carbon monoxide, then 4 molecules of benzene sodium benzoate. അതിനകത്ത് C ഡബിൾ ബോണ്ട് O ആണ്, അല്ല COO എന്നാണ് കേട്ടോ. C6H5 ടോയ്സ് COON sodium benzoate react with at 165 degrees Celsius and 140 atmospheric pressure react ചെയ്ത് കഴിയുമ്പോൾ പ്രൊഡക്റ്റ് എന്താ? Mn2CO10 plus 4 molecules of C6H5 toys COO plus 4 molecules of NaCl. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നോക്കിക്കേ. ഫസ്റ്റ് വൺ, it is a golden yellow crystalline substance, melting point 155 degrees Celsius and supply vacuum. It is soluble in organic solvents, slowly oxidized in air, especially in solution. അപ്പം ഗോൾഡൻ യെല്ലോ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ് Mn2CO10. പിന്നെയോ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 155 ഡിഗ്രി സെൽഷ്യസ് ആണ് അറ്റ് വാക്വം. പിന്നെയോ ഇറ്റ് ഈസ് സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്. അതെ, മോസ്റ്റ് ഓഫ് ദ ഓർഗാനോമെറ്റാലിക്സും സോലുബിൾ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സോ ഇറ്റ് ഈസ് ഓൾസോ സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്. പിന്നെയോ ഇറ്റ് സ്ലോലി ഓക്സിഡൈസ്ഡ് ഇൻ എയർ, എക്സ്പെഷ്യലി ഇൻ സൊല്യൂഷൻ. അപ്പം സൊല്യൂഷൻസ് മാംഗനീസ് എന്താ Mn2CO12 ഡയമാംഗനീസ് ഡെക്കാ കാർബണയിൽ എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻ ഫോമിലുള്ളപ്പം അത് എയറിൽ സൊല്യൂബിളാണ് അല്ലേ? എയറിൽ എന്ത് ചെയ്യുന്നു? സ്ലോലി ഓക്സിഡൈസ് ചെയ്യുന്നു. പിന്നെയോ ദ സെക്കൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ഓഫ് ഹാലജൻ. അപ്പോൾ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലോ, നമ്മൾ ഇതിന് മുമ്പത്തെ കാർബണൈൽ അയോൺ കാർബണൈൽസിൽ കണ്ടു അല്ലേ? ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പം കാർബണൈൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്ത് അവിടെ ഒരു ഹാലജൻ ഗ്രൂപ്പ് വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. റിയാക്ഷൻ്റെ ഇത് നോക്കിക്കേ, Mn2CO10 പ്ലസ് X2. എക്സ് ഏതാവാം? ബ്രോമിൻ ആവാം അല്ലെങ്കിൽ അയോഡിൻ ആകാം. വിച്ച് ഈസ് ഗീവ്സ് 2 മോളിക്യൂൾസ് ഓഫ് MnCO5X അല്ലേ? ഒരു ഹാലജൻ വന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട്, കാർബണൈൽ ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്ത് ഒരു ഹാലജൻ ഗ്രൂപ്പ് കയറി വരുന്നു. ഇനി തേർഡ് റിയാക്ഷനോ, ആക്ഷൻ ഓഫ് സോഡിയം മെറ്റൽ. സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലോ, സോഡിയം മെറ്റൽ ഇൻ ലിക്വിഡ് അമോണിയ കൺവേർട്സ് Mn2CO10 ഇൻറ്റു കാർബണൈലേറ്റ് ആനയോൺ അല്ലേ? അപ്പോൾ കാർബണൈലേറ്റ് ആനയോൺ ആയിട്ട് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പം Mn2CO10 കൺവേർട്ട് ചെയ്യുന്നു. നോക്കിയാൽ റിയാക്ഷൻ മെക്കാനിസം നോക്കിയേ, Mn2CO10 ദ പ്രസൻസ് ഓഫ് സോഡിയം മെറ്റൽ. അപ്പോൾ പ്യുവർ സോഡിയം മെറ്റലുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ. അപ്പോൾ ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിൽ പ്യുവർ സോഡിയം മെറ്റലുമായിട്ട് ഡയമാംഗനൈസ് ഡെക്കാ കാർബണൈൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു കാർബണൈലേറ്റ് ആനയോൺ ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് 2Na പ്ലസ് MnCO5- എന്നൊരു കാർബണൈലേറ്റ് ആനയോൺ ഫോം ചെയ്യുന്നു. അതാണ് സോഡിയം മെറ്റലുമായിട്ടുള്ള പ്യുവറസ്റ്റ് സോഡിയം മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ. ദ ഫോർത്ത് റിയാക്ഷൻ ഈസ് ആക്ഷൻ വിത്ത് ഹൈഡ്രജൻ. So the dimanganese decacarbonyl gives carbonyl hydrate. Okay, while reaction with hydrogen Mn2CO10 gives 2 molecules of MnCO5 hydrogen. The next reaction is substitution reaction. Reaction നോക്കിക്കേ, Mn2CO10 plus PR3 gives 2 molecules of MnCO4 PR3 plus 2 molecules of carbon monoxide. ഇവിടെ PR3 എന്ന് പറയുന്നത് ഫോസ്ഫീൻ ലിഗാൻഡാണ്, ഫോസ്ഫറസിൻ്റെ ഒരു ലിഗാൻഡാണ് PR3 എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കാർബണൈൽ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് ഒരു ഫോസ്ഫീൻ ലിഗാൻഡ് അറ്റാച്ച്ഡ് ആവുന്നു. നോക്കിക്കേ, പ്രൊഡക്റ്റിൽ നോക്കുക, 2 molecules of MnCO4
അപ്പം 2 molecules of MnCO4-നകത്ത് 2 മാംഗനീസും ഉണ്ട്, 8 8 അല്ലേ, ടോട്ടൽ 8 കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ട്, 2 എണ്ണം മിസ്സിങ് അല്ലേ. PR3 അപ്പോൾ അറ്റാച്ച്ഡ് ആണ്. PR3 2 ഇലക്ട്രോൺസിനെ മെറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. കാർബണൈൽ ഗ്രൂപ്പ് ഒരു 1 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡാണ് കാർബണൈൽ ഗ്രൂപ്പ്. PR3 2 പെയർ ഓഫ് ലിഗാൻസിനെ എന്ത് ചെയ്യുന്നു, മെറ്റലിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഇസ് എ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് അല്ലേ. സ്ട്രക്ചർ നോക്കാം നമുക്ക്. സ്ട്രക്ചർ എങ്ങനെയാണ്? The infrared absorption spectrum and X-ray diffraction studies made on Mn2CO10 have shown that in this molecule each manganese atom is directly linked with other manganese atom by a sigma bond. അപ്പോൾ Mn ബോണ്ട് ഒരു സിഗ്മ ബോണ്ട് അറിയാമല്ലേ. എപ്പോഴും ഒരു മോളിക്യൂളിന് ഫസ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ടേ വരത്തുള്ളൂ അല്ലേ. പിന്നെ വരുന്ന നെക്സ്റ്റ് ബോണ്ട് പൈ ബോണ്ട്സ്, ഡെൽറ്റ ബോണ്ട്സ് അങ്ങനെ വരും. ഓക്കെ, അപ്പം മാംഗനീസ് ബോണ്ട് ഒരു സിഗ്മ ബോണ്ടാണ്. ആൻഡ് ടു 5 ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സ് അല്ലേ. ഓരോ മാംഗനീസ് അയോണിലേക്കും 5 കാർബണൈൽ ലിഗാൻസും അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് വരുന്നത്? ടു 5 ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പ്സ് ബൈ എ കോർഡിനേറ്റ് ബോണ്ട്. ഇപ്പോൾ ഒരു കോർഡിനേറ്റ് ബോണ്ടാണല്ലേ ഉള്ളത്. കോർഡിനേറ്റ് ബോണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടല്ലോ ഒരു ആരോ മാർക്ക് വെച്ച്. പിന്നെ the presence of manganese sigma bond also supported by diamagnetic character of Mn2CO10 molecule. ഇതൊരു ഡയാമാഗ്നറ്റിക് കോമ്പൗണ്ട് ആണ് അല്ലേ. Mn ബോണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര? 2.79 ആംസ്ട്രോം. കോർഡിനേഷൻ നമ്പർ ഓഫ് ഈച്ച് മാംഗനീസ് ഇൻ ദിസ് മോളിക്യൂൾ ഈസ് 6. The molecule has no bridging carbonyl groups അല്ലേ. അപ്പം there is no bridging carbonyl groups ഇല്ല. നമ്മൾ നേരത്തെ കണ്ട അയണിൻ്റെനകത്തൊക്കെ 2 കാർബണൈൽ ഗ്രൂപ്പ്സ് ബ്രിഡ്ജിങ് വരുന്നുണ്ട് അല്ലേ, Fe3CO12-നകത്ത്. അപ്പം ഇതിൻ്റെ കേസിൽ ബ്രിഡ്ജിങ് വരുന്നില്ല. ഓരോ മാംഗനീസിനും 6 കോർഡിനേഷൻ ഉണ്ട് അല്ലേ. ഇത് കോർഡിനേഷൻ നമ്പർ ഓഫ് ദ മാംഗനീസ് ആറ്റം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 5 കാർബണൈൽ ഗ്രൂപ്പും ഉണ്ട്, പിന്നെ ഒരു മെറ്റൽ ബോണ്ടും ഉണ്ട്. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കേ. The coordination number of the both manganese atom is 6. Both manganese are D2sp3 hybridization അല്ലേ. അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ വരച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഇങ്ങനെ അല്ലേ. അപ്പം 3D5 ആൻഡ് 4s2 ആണ്. അതോ കാർബണൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പെയറിങ് നടക്കുന്നു. അപ്പോൾ നോക്കിക്കേ, പെയറിങ് നടന്നു കഴിയുമ്പോഴോ എന്ത് സംഭവിക്കും? നമുക്ക് D2sp3 എന്ന് പറയുന്ന ഹൈബ്രിഡൈസേഷൻ കിട്ടുമല്ലേ. 2 വേക്കൻറ്റ് ഡി ഓർബിറ്റിലും ഒരു എസ് ഓർബിറ്റിലും 3 വേക്കൻറ്റ് പി ഓർബിറ്റിലും. അപ്പം D2sp3 ഹൈബ്രിഡൈസേഷൻ. മാംഗനീസ് ഇത് സെക്കൻഡ് പാരഗ്രാഫ് നോക്കിക്കേ. Since coordination number of both manganese atom is 6, both manganese are D2sp3 hybridized. Manganese bond result by the overlap of one singly filled D2sp3 hybridized orbital of one manganese atom with D2sp3 hybrid orbitals of the other manganese atom. 5 vacant D2sp2 hybrid orbitals on each manganese atom accepts a lone pair of electrons donated by the carbon atom of the 5 terminal carbonyl groups and form 5 manganese carbonyl coordinate bond. Such 10 bonds are formed. This we see that all electrons in Mn2CO10 become paired. Hence the molecule has diamagnetic character. So the valence shell configuration of manganese atom in Mn2CO10 is 3d7 4s0, not 3d5 4s2. അപ്പം കാർബണൈൽ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? പെയറിങ് നടക്കുന്നില്ല. പെയറിങ് നടന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ്, മാംഗനീസിൻ്റെ 4s2 എന്നുള്ള ഇലക്ട്രോൺസും കൂടെ 3Dയിലേക്ക് വരുന്നുണ്ട് അല്ല, എന്നിട്ട് പെയറിങ് നടക്കുന്നു. അപ്പോൾ ബാക്കിയോ? അപ്പം
പെയറിങ് നടന്നു കഴിയുമ്പോഴോ ബാക്കി ഒരു ഒരു ഓർബിറ്റിൽ മാത്രമല്ലേ പെയറിങ് നടക്കാത്തുള്ളൂ. അപ്പോൾ 3d7 4s0 എന്ന് പറയുന്ന കോൺഫിഗറേഷനിലേക്ക് മാറും. പിന്നെന്താണ് പറയുന്നത്? ലോൺ പെയർ ഓഫ് കാർബണൈൽ മോളിക്യൂൾസ് ഉണ്ട്. CO ബോണ്ടിൽ നിന്ന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വന്ന് എന്ത് ചെയ്യുന്നു? D2sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റിലേക്ക് വന്ന് അറ്റാച്ച്ഡ് ചെയ്യുന്നു അല്ലേ. രണ്ട് മാംഗനീസ് ആറ്റം ഉണ്ട് അല്ലേ Mn2CO10 അപ്പോൾ ഒരു മാംഗനീസിൽ D2sp3 ഹൈബ്രിഡൈസ്ഡ്, അങ്ങനെ രണ്ട് മാംഗനീസിലും കൂടെ 5ഉം 5ഉം വെച്ച് 10 മോളിക്യൂൾസ് ഓഫ് കാർബണൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആവുന്നു. അപ്പോൾ ഇതാണ് കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ നമ്മൾ ഡൈമാഗ്നീസ് ഡയക്ക കാർബണൈലിൻ്റെ പ്രിപ്പറേഷൻ കണ്ടു, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടു, ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടു, സ്ട്രക്ചർ കണ്ടു അല്ലേ. നെക്സ്റ്റ് വൺ ഡൈകോബാൾട്ട് ഒക്ടാ കാർബണൈൽ കോമ്പൗണ്ട് CO2CO8. അപ്പം 2 കോബാൾട്ടും 8 കാർബണൈൽ ഗ്രൂപ്പ്സും ഉണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് വിത്ത് കൊബാൾട്ട് മെറ്റൽ. അപ്പോൾ കൊബാൾട്ട് മെറ്റലുമായിട്ടുള്ള ഡയറക്റ്റ് കോമ്പിനേഷൻ വഴി നമുക്ക് ഈ ഡൈകോബാൾട്ട് ഒക്ടാ കാർബണൈൽ കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 2 മോളിക്യൂൾസ് ഓഫ് കൊബാൾട്ട് വിച്ച് ഈസ് റിയാക്റ്റഡ് വിത്ത് 8 മോളിക്യൂൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് at 200 degrees Celsius and 100 atmospheric pressure, which gives CO2CO8. The second filtration method is by carbonating COS, cobalt sulfate, or cobalt iodide with carbon monoxide, the presence of copper metal, or by carbonating cobalt carbonate with carbon monoxide, the presence of hydride. Here copper metal and hydride act as a reducing agent അല്ലേ. ഇതിനകത്ത് കോപ്പർ മെറ്റലും അതേപോലെ തന്നെ ഹൈഡ്രജനും റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ കോപ്പർ അയഡൈഡ്, കോപ്പർ സൾഫൈഡ് അല്ലെങ്കിൽ കോപ്പർ അയഡൈഡ് എന്ത് ചെയ്യുന്നു? കാർബണൈലുമായിട്ട് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്തിൻ്റെ പ്രസൻസിൽ? കോപ്പറിൻ്റെ പ്രസൻസിൽ അല്ലേ. കോപ്പറിൻ്റെ പ്രസൻസിലും പിന്നെ 200 ഡിഗ്രി സെൽഷ്യസിൽ ആൻഡ് 200 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പം കൊബാൾട്ട് 2CO8 എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് എന്താണ്? കോപ്പർ സൾഫൈഡ് അല്ലേ. ഇപ്പോൾ കൊബാൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊബാൾട്ട് അയോഡൈഡ് കിട്ടും. കൊബാൾട്ട് സൾഫൈഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോപ്പർ സൾഫൈഡ് കിട്ടും. കൊബാൾട്ട് അയോഡൈഡ് യൂസ് ചെയ്യുന്നെങ്കിൽ കോപ്പർ അയോഡൈഡ് കിട്ടും. പിന്നെ സെക്കൻഡ് റിയാക്ഷൻ ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ഷൻ. അതിനകത്ത് റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാ വരുന്നത്? ആദ്യത്തേനകത്ത് കോപ്പർ ആണെങ്കിൽ രണ്ടാമത്തേതിനകത്ത് ഹൈഡ്രജൻ ആണ് റെഡ്യൂസിങ് ഏജൻറ്റ് വരുന്നത്. ആ റിയാക്ഷൻ നോക്കിക്കേ. ആ റിയാക്ഷൻ 120 to 200 ഡിഗ്രി സെൽഷ്യസിൽ അല്ലേ, 120 തൊട്ട് 200 ഡിഗ്രി സെൽഷ്യസിലും 250 തൊട്ട് 300 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും നടക്കുന്നു. ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് കിട്ടുന്നു? ഡൈകോബാൾട്ട് ഒക്ടാ കാർബണൈലും പിന്നെ വാട്ടർ മോളിക്യൂളും കിട്ടുന്നു. ഈ പ്രോപ്പർട്ടീസ് നോക്കിക്കേ. ദ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് CO2CO8 is an orange brown crystalline substance having melting point 51 degrees Celsius. It is soluble in alcohol, ether and CCl4 അല്ലേ. കാർബൺ ടെട്രാക്ലോറൈഡിലും ആൽക്കഹോളിലും ഈതറിലും എല്ലാം ഇത് സൊല്യൂബിൾ ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിലൊക്കെ സൊല്യൂബിൾ ആണ്. പിന്നെയോ ഓറഞ്ച് ബ്രൗൺ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ആണ് അല്ലേ. സോളിഡ് ആണ്. ഓറഞ്ച് ബ്രൗൺ ക്രിസ്റ്റലൈൻ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെയോ the carbonyl is air sensitive both in solid and solution state. അപ്പം സോളിഡ് സ്റ്റേറ്റിലാണെങ്കിലും സൊല്യൂഷനിലാണെങ്കിലും കാർബണൈൽ എന്ത് ചെയ്യുന്നു? എയർ സെൻസിറ്റീവ് ആണല്ലേ. പെട്ടെന്ന് ഓക്സിഡേഷൻ നടക്കുന്നു ദ പ്രസൻസ് ഓഫ് എയറിൽ. പിന്നെയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് വന്നു കഴിയുമ്പോഴോ ആക്ഷൻ ഓഫ് ഹീറ്റിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? അപ്പം ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴോ അറ്റ് 50 ഡിഗ്രി സെൽഷ്യസിൽ കാർബണൈൽ കോമ്പൗണ്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൊബാൾട്ട് ഒക്ടാ കാർബണൈൽ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം ടെട്രാ കൊബാൾട്ട് ഡെക്കാ കാർബണൈൽ ഫോം ചെയ്യുന്നു. 4 കാർബണും
4 കൊബാൾട്ടും 12 മോളിക്യൂൾസ് ഓഫ് കാർബണൈൽ ലിഗാൻസും വരുന്ന ടെട്രാ കാർബണൈൽ ഡോഡെക്ക കാർബണൈലായിട്ട് എന്ത് മാറുന്നു? നമ്മുടെ ഡൈ കൊബാൾട്ട് ഒക്ടാ കാർബണൈൽ മാറുന്നു. പിന്നെ ആക്ഷൻ ഓഫ് എയറിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? On exposure to air, it is converted into deep violet basic carbonate of cobalt. അപ്പം ഡീപ്പ് വയലറ്റ് കളറിലുള്ള ഒരു ബേസിക് കാർബണേറ്റ് ഓഫ് കൊബാൾട്ട് ആയിട്ട് ഇത് കൺവേർട്ടഡ് ആകുന്നു നമ്മുടെ ഡൈ കൊബാൾട്ട് ഒക്ടാ കാർബണൈൽ. അതിൻ്റെ റിയാക്ഷൻ നോക്കിക്കേ. CO2 CO8, the presence of hydrogen which is gives 2 molecules of CO minus CO4 H plus എന്ന് പറയുന്ന ഒരു കാർബണൈൽ ഹൈഡ്രൈഡ് ആയിട്ട് മാറുന്നു അല്ലേ. അപ്പം 165 ഡിഗ്രി സെൽഷ്യസിലും 200 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുമാണ് റിയാക്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ് റിയാക്ഷൻ, ആക്ഷൻ ഓഫ് സോഡിയം മെറ്റൽ ഇൻ ലിക്വിഡ് അമോണിയ. അപ്പോൾ കൊബാൾട്ട് സോഡിയം മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് അമോണിയ. When CO2 CO8 reacts with the sodium metal in liquid ammonia below -75 degrees Celsius, it gets reduced to carbonylate anion അല്ലേ. അപ്പം ലിക്വിഡ് അമോണിയയുടെ പ്രസൻസിലും -75 ഡിഗ്രി സെൽഷ്യസിലും റിയാക്ട് ചെയ്ത് കഴിയുമ്പം കാർബണൈലേറ്റ് ആനിയോൺ ആയിട്ട് ഇത് കൺവേർട്ടഡ് ആവുന്നു അല്ലേ. Na+CO CO4- സോഡിയം സോൾട്ട് ഓഫ് കാർബണൈലേറ്റ് ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു. പിന്നെയോ ആക്ഷൻ ഓഫ് ഹൈഡ്രജൻ. ദ ഹാലജൻ ഡീകമ്പോസസ് CO2 CO8 into COX2. റിയാക്ഷൻ നോക്കിക്കേ. CO2 CO8 plus 2 molecules of X2. X ഏത് ഹാലജനും ആകാം അല്ലേ. അപ്പം നമുക്ക് 2 molecules ഓഫ് കൊബാൾട്ട് ഹാലൈഡ് കിട്ടുന്നു. പിന്നെയോ 8 molecules ഓഫ് COയും കിട്ടുന്നു. അപ്പോൾ കൊബാൾട്ട് ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പം കൊബാൾട്ട് ഹാലജൻ ഫോം ചെയ്യുന്നു. സ്ട്രക്ചർ നോക്കിക്കേ. സ്ട്രക്ചർ നോക്കിക്കേ. 2 ബ്രിഡ്ജിങ് വരുന്നുണ്ട് അല്ലേ. കൊബാൾട്ട് ഒരു മെറ്റൽ ബോണ്ട് വരുന്നുണ്ട്. പിന്നെയോ കൊബാൾട്ട് ആറ്റം കാർബണൈലും തമ്മിലുള്ള 2 ബ്രിഡ്ജിങ് വരുന്നുണ്ട് അല്ലേ. മെറ്റൽ കാർബണൈൽ മെറ്റൽ ബോണ്ട് വരുന്നുണ്ട്, 2 ബ്രിഡ്ജിങ് ബോണ്ട് വരുന്നുണ്ട്. പിന്നെ ഈച്ച് കൊബാൾട്ട് ആറ്റം ഹാവ് ടെർമിനൽ കാർബണൈൽ, 3 ടെർമിനൽ കാർബണൈൽ ഗ്രൂപ്പും ഉണ്ട്. Infrared study of the solution of this compound has shown that in solution this compound exists in an isomeric form. 2 isomeric ഫോമിലായിട്ടായിരിക്കും ഇത് എക്സിസ്റ്റ് ചെയ്യുക സൊല്യൂഷനിൽ. ഫസ്റ്റ് വൺ ബ്രിഡ്ജഡ് സ്ട്രക്ചറും സെക്കൻഡ് വൺ നോൺ ബ്രിഡ്ജഡ് സ്ട്രക്ചറും. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ബ്രിഡ്ജിങ് ചെയ്യേണ്ടത് അല്ലേ. സെക്കൻഡ് സ്ട്രക്ചർ നോക്കിക്കേ. അതിനകത്ത് ഓരോ കൊബാൾട്ട് ആറ്റവും 4 കാർബണൈൽ ലിഗാൻഡുമായിട്ട് ലിങ്ക്ഡ് ആണ് അല്ലേ. ഫസ്റ്റത്തെ കേസിൽ കൊബാൾട്ട് ആറ്റം 3 കാർബണൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്. പിന്നെ ഒരു ബ്രിഡ്ജ്ഡ് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. ഇത് സെക്കൻഡ് സ്ട്രക്ചറിൽ എന്താണ്, നോൺ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചറിനകത്ത് ബ്രിഡ്ജിങ് ബോണ്ട് ഇല്ല അല്ലേ. 4 കാർബണൈൽ ലിഗാൻഡ് കൊബാൾട്ടിൽ അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. പിന്നെയോ each of the 2 cobalt atoms is directly linked with the other cobalt atom by a CO bond with 2 bridging carbonyl groups and with 3 terminal carbonyl groups. Cobalt bond distance is 2.52 angstroms. അപ്പോൾ കൊബാൾട്ട് ബോണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.52 ആംസ്ട്രം ആണ്. പിന്നെ വരുന്നതോ 2 കൊബാൾട്ട് ആറ്റവും രണ്ട് കൊബാൾട്ട് ആറ്റം ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ടു ദ കൊബാൾട്ട് ആറ്റം അല്ലേ. ഒരു ബോണ്ട് ഡയറക്റ്റ് ലിങ്ക്ഡ് ബോണ്ട് ഉണ്ട്, അതൊരു സിഗ്മ ബോണ്ടാണ് അല്ലേ. നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ നമ്പർ ഓഫ് ദി ഈച്ച് കൊബാൾട്ട് ആറ്റം ഈ 6. ഓരോ കൊബാൾട്ട് ആറ്റത്തിൻ്റെയും കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ് വരുന്നത്. ആൻഡ് ഹെൻസ് ബോത്ത് കൊബാൾട്ട് ആറ്റംസ് ആർ D2sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പം നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ വരയ്ക്കണം കേട്ടോ അവിടെ. അപ്പം ഹൈബ്രിഡൈസേഷൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്രീ കൊബാൾട്ട് മെറ്റലാണ്. അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. 3D4s 4p വരയ്ക്കുക. പിന്നെയോ കൊബാൾട്ട് ആറ്റം ലിങ്ക്ഡ് വിത്ത് കാർബണൈൽ ഗ്രൂപ്പ്, അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. പെയറിങ് നടക്കുന്നുണ്ടെങ്കിൽ പെയറിങ് ചെയ്യുക. എന്നിട്ട് ഏതാ ഹൈബ്രിഡൈസേഷൻ ഏതാ വരുന്നതെന്ന് നോക്കുക. D2sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആണ് വരുന്നത്. അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. എല്ലാവരും അത് വരയ്ക്കണേ.
3 D2sp3 hybrid orbitals on each cobalt atoms which are vacant except a lone pair of electron donating by the carbon atom of the 3 terminal carbonyl groups and form 3 cobalt carbonyl coordination bonds. അല്ലേ, അതിപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചറിൻ്റെ കേസിലാണ് പറയുന്നത്. ബ്രിഡ്ജിങ് സ്ട്രക്ചറിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. അപ്പം കാർബണൈൽ ആറ്റം ലോൺ പെയേഴ്സിനെ കൊടുത്ത് കൊബാൾട്ട് കാർബണൈൽ 3 കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൊബാൾട്ടിൽ 3 കോർഡിനേറ്റ് ബോണ്ട്, ടോട്ടൽ 6 കോർഡിനേറ്റ് ബോണ്ടും ഉണ്ട്. പിന്നെയോ കൊബാൾട്ട് മെറ്റൽ സിഗ്മ ബോണ്ടും ഉണ്ട്. പിന്നെ കൊബാൾട്ട് കാർബണൈൽ കൊബാൾട്ട് ബ്രിഡ്ജിങ് ബോണ്ടും ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ബ്രിഡ്ജ് സ്ട്രക്ചറിൽ 2 D2sp3 hybridized orbitals on each cobalt atoms overlap with the appropriate orbital on carbon atom of the 2 bridging carbonyl groups and form cobalt carbonyl bond. Thus we see that all the electrons in CO2 COH become paired and hence the molecule is diamagnetic character. Valential configuration of the each cobalt atom in cobalt 2 CO8 is 3d6 and 4s1 and not 3d7 4s2. അപ്പോൾ പെയറിങ് നടന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൊബാൾട്ട് ആറ്റം ഒരു ഡയാമാഗ്നറ്റിക് കോമ്പൗണ്ടായിട്ട് കൺവേർട്ടഡ് ആകുന്നു. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബിക്കംസ് 3d7 ആൻഡ് 4s 3d8 and 4s1 not 3d7 and 4s2. ഹൈബ്രിഡൈസേഷൻ വരച്ചേക്കുന്നത് നോക്കിക്കേ. അപ്പോൾ ഫ്രീ കൊബാൾട്ട് ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കിയേ. 3d8 അല്ലേ, 3d7 അപ്പം ഫ്രീ കാർബണൈൽ ഗ്രൂപ്പിൽ അതിനകത്ത് 3d7 4s1 4s2 ആണ്. അപ്പോൾ കൊബാൾട്ട് ആറ്റവും കൂടി അറ്റാച്ച്ഡ് ആയി കഴിയുമ്പോൾ 3d8 4s1 വരും അല്ലേ. ബ്രിഡ്ജിങ് അല്ല, പെയറിങ് നടന്നു, അവിടെ പെയറിങ് നടന്നു. പിന്നെ ബാക്കിയുള്ളത് വേക്കൻറ്റ് D2sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. നെക്സ്റ്റ് വൺ നോക്കിക്കേ. The non-bridged structure has 1 cobalt-cobalt bond and 8 terminal carbonyl group. Each of the 2 cobalt atom is directly linked with the other cobalt atom by a CO bond. അല്ലേ, മെറ്റൽ ബോണ്ട് ഉണ്ട്, ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണ്. പിന്നെയോ 4 ടെർമിനൽ ബോണ്ട്സിൽ ആര് അറ്റാക്ക് ചെയ്യുന്നു? കൊബാൾട്ട് ആറ്റം വിത്ത് 4 carbonyl groups attached at the terminal position. The presence of cobalt in both forms is supported by the diamagnetic character of CO2-COH molecule. At very low temperature, bridged structure predominates. As the temperature rises, the non-bridged structure appears. അപ്പം സോളിഡ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും എന്താണ്, കൊബാൾട്ട് കാർബണൈൽ കോമ്പൗണ്ട്സ് ബ്രിഡ്ജ്ഡ് ആൻഡ് നോൺ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നു. ടെമ്പറേച്ചർ കുറവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ലോ ടെമ്പറേച്ചറിലാണ് ഈ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചറിലും ഹയർ ടെമ്പറേച്ചറിലാണ് നോൺ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചറുമായിരിക്കും ഇത് കാണിക്കുക. അപ്പം നമ്മളിന്ന് ഇത്രയാണ് കണ്ടത്. നിങ്ങളെല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഈ ഹൈബ്രിഡൈസേഷനും കംപ്ലീറ്റ് ചെയ്യുക. ബ്രിഡ്ജ് സ്ട്രക്ചറും എന്താണ്, നോൺ ബ്രിഡ്ജ്ഡ് സ്ട്രക്ചർ ഇൻ സൊല്യൂഷൻ ഫോം, ബ്രിഡ്ജഡ് സ്ട്രക്ചർ ഇൻ സോളിഡ് ഫോം അതും വരയ്ക്കുക കേട്ടോ. ബാക്കി ഫെറോസിനും കൂടിയാണ് നമുക്കുള്ളതിനി, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം.